നമസ്കാരം, ഞാൻ പാർവതി. ജീവിതം തന്നെ ഒരു കവിതയാക്കി മാറ്റിയ വ്യക്തി, ലഹരിയെ തോൽപ്പിച്ച് അക്ഷരലഹരിയുടെ വാതിലുകൾ തുറന്ന വിനു വേലേശ്വരത്തിൻ്റെ വേൽ രൂപങ്ങൾ എന്ന കവിതാ സമാഹാരം. ഇതിൽ 40 കവിതകളാണ് ഉള്ളത്. മദ്യലഹരിയിൽ അടിമപ്പെട്ടു പോയ അദ്ദേഹത്തെ കാഞ്ഞങ്ങാടുള്ള നന്മമരം എന്ന കൂട്ടായ്മ അദ്ദേഹത്തിനൊരു പുതുജീവൻ നൽകി. പുസ്തക വായനയിലൂടെ ഒരു നല്ല എഴുത്തുകാരനാവുകയായിരുന്നു വിനു വേലേശ്വരൻ. ഈ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് പുസ്തക വണ്ടിയാണ്. ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കവിതകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ പൊന്നാറ് എന്നത്, അത് നമ്മളെ ഒരു പഴയ ബാല്യകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു കവിതയാണ്. നാടിളക്കി വരും കാറ്റ് മഴയെ പ്രണയിച്ചതും കാറ്റ് തച്ചിട്ട മാങ്ങയെ ഓടിയെത്തി പെറുക്കിയെടുത്തതും. അതായത് കൂട്ടുകാരോടൊത്ത് കളിക്കുകയും മാങ്ങ എറിഞ്ഞിട്ട് അത് ആസ്വദിച്ച് തിന്നുകയും അതുപോലെ തന്നെ ഇല്ലത്തെ അമ്മയുടെ അടുക്കൽ നിന്ന് നല്ല വഴക്ക് കിട്ടിയതും സ്കൂളിലെത്തിയിട്ട് മാമ്പഴത്തെക്കുറിച്ചുള്ള കവിത കേട്ടിട്ട് കരഞ്ഞതും ചിതലിരിക്കാത്ത ഓർമ്മകൾ എന്നാണ് കവി ഈ കവിതയിൽ സൂചിപ്പിക്കുന്നത്. എനിക്ക് ഈ കവിതയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രയോഗം എന്ന് പറയുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന കവിതയെ ഈ കവിതയിൽ സൂചിപ്പിച്ചതാണ്. ഈ കവിത വായിക്കുമ്പോൾ നമ്മളും അവർക്കിടയിൽ കളിക്കുന്ന മാമ്പഴം തിന്നുന്ന ഒരു കുട്ടിയായി മാറുന്നു. രണ്ടാമത്തത് കുടുക്ക് എന്നൊരു കവിതയാണ്. അത് ഈ കവി അനുഭവിച്ച ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് പറയാം. ഈ ഒരു കവിതയിൽ, കുടുക്ക് എന്ന കവിതയിൽ പറയുന്നത് സുഹൃത്തുക്കളെ കുറിച്ചാണ്. സുഹൃത്തുക്കളുടെ ശരിയായ സ്വഭാവത്തെപ്പറ്റി. നമ്മുടെ കീശയാണ് സുഹൃത്തുക്കൾ എന്നാണ് കവി പറയുന്നത്. അതായത് പൈസയുള്ളപ്പോൾ മാത്രമാണ് സുഹൃത്തുക്കൾക്ക് നമ്മളെ ആവശ്യമുള്ളൂ. ആപത്ത് കാലത്ത് ആരും നമ്മളെ സഹായിക്കാൻ വരില്ല എന്നാണ് കവി പറയുന്നത്. അത് ഈ വിനു വേലേശ്വരത്തിന് ഒരു അസുഖം വന്നപ്പോൾ സുഹൃത്തുക്കൾ ആരും തിരിഞ്ഞു നോക്കിയില്ല. സ്വന്തമെന്ന് കരുതിയ സുഹൃത്തുക്കൾ പോലും. അങ്ങനെ ആയിരിക്കാം ഈ ഒരു കവിത എഴുതാൻ കവിയെ പ്രേരിപ്പിച്ചത്. അടുത്തത് കനലാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത. അത് ദൈവങ്ങളെ പറ്റി സൂചിപ്പിക്കുന്ന ഒരു കവിതയാണ്. അതായത് മനുഷ്യർ തന്നെയാണല്ലോ ഈ ആചാരങ്ങളൊക്കെ അനുസരിച്ച് ദൈവവേഷം കെട്ടി ആടുന്നത്. അതെ, ഭക്തരുടെ ആരാധന ഈ ദൈവങ്ങൾക്കാണ് കിട്ടുന്നത്. ദൈവങ്ങൾ തീയിൽ തുള്ളുമ്പോൾ അല്ലെങ്കിൽ തീ മറികടന്ന് പോകുമ്പോൾ ആ ഭക്തരുടെ ആരാധന കൂടുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ പോലും ദൈവവേഷം കിട്ടുകയാണ്. എന്നാൽ ആരും അറിഞ്ഞില്ല അവരുടെ ശരീരം പുകയുന്നത്. ആ ശരീരത്തിലെ വേദന ആരും അറിഞ്ഞില്ല. നമ്മൾ ഈ ഒരു ആശയം, അതായത് ഈ ദൈവങ്ങളെ പറ്റിയെടുക്കുക, ആചാരവേഷം കിട്ടിയാടുന്ന ദൈവങ്ങൾ, പക്ഷേ അവർക്ക് വേദനയാകുമോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കാറുണ്ടോ? ഇല്ല. അത് നമ്മളോട്, വായനക്കാരോട് വിളിച്ചു പറയുകയാണ് വിനു വേലേശ്വരൻ. പിന്നെയുള്ളത് ത്യാഗം, പല്ലി എന്നീ 2 കവിതകളാണ്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അതൊരു കുഞ്ഞു കവിതയാണ്, 4 വരികളിൽ ഉൾക്കൊള്ളുന്നൊരു കവിത. കുഞ്ഞു കവിതയാണെങ്കിലും ഇതില് പറയുന്നത് വലിയ ഒരാശയമാണ്. ആദ്യമായിട്ട് ത്യാഗം. ഒരു പൊട്ടിത്തെറിയിൽ എല്ലാം ശുഭമാകുമ്പോൾ ഞങ്ങൾ ആ ജീവത്യാഗത്തിന് തയ്യാറെന്ന് കടുക്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തവർക്ക് നൽകുന്ന വീരോചിത പട്ടം ഞങ്ങൾക്കാരും ചാർത്തിത്തരാറില്ലെന്നും കടുക്. ഇവിടെ എടുത്തിരിക്കുന്നത് കടുകിനെയാണ്. അതായത് എല്ലാ ശുഭകാര്യങ്ങൾക്കും ജീവൻ ത്യാഗം ചെയ്യുന്നത് കടുകാണെന്ന് കടുക് തന്നെ പറയുന്നു. പക്ഷേ ആരും കടുകിന് ഒരു ബഹുമതി പോലും നൽകുന്നില്ല.
ഒരു സ്ഥാനം പോലും. ഇത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് എന്ന് കവി പറയുന്നു. പിന്നെ പല്ലി എന്ന കവിത, അത് 4 വരികളേ ഉള്ളൂ. പക്ഷേ അതിന്റെ ആശയം ഗംഭീരമാണ്. എത്ര കള്ളങ്ങളെയാണ് പല്ലി ചിലച്ച് സത്യങ്ങളാക്കിയത്. എത്ര സത്യങ്ങളാണ് പല്ലി ചിലക്കാതെ കുഴിച്ചു മൂടപ്പെട്ടത്. നമ്മൾ കള്ളം പറയുമ്പോൾ, അതായത് നമ്മുടെ ഒരു വിശ്വാസം, നമ്മൾ കള്ളം പറയുമ്പോൾ പല്ലി ചിലക്കും. അപ്പോ നമ്മൾ പറയും, ഇത് കള്ളാണ്, ഇത് സത്യമല്ല എന്ന് പറയും. പക്ഷെ നമ്മൾ സത്യം പറയുമ്പോൾ ഒരു സൂചനയും ആരും തരാറില്ല, ഇത് ശരിക്കും സത്യമാണ്. അങ്ങനെ മൺമറഞ്ഞു പോയ എത്രയോ സത്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാണ് കവി പറയുന്നത്. ഈ ഒരു കവിതകളൊക്കെ നമുക്ക് ഓരോ ആശയങ്ങൾ തരുന്നു, ഓരോ സന്ദേശങ്ങൾ. പിന്നെ ഈ പുസ്തകത്തിന്റെ പേര് തന്നെയായിട്ടുള്ള വെയിൽ രൂപങ്ങൾ എന്ന കവിത, അത് കറുപ്പിനെയും വെളുപ്പിനെയും കുറിച്ച് പറയുന്ന ഒരു കവിതയാണ്. നമ്മൾ കറുപ്പിനെ എപ്പോഴും തള്ളിപ്പറയും. അങ്ങനെ എന്തിനാണ് നമ്മൾ കറുപ്പിനെ മാത്രം തള്ളിപ്പറയുന്നത്? ഒരു ഉദാഹരണം, നമ്മളൊരു മൺകലം എടുക്കുക, അതിൻ്റെ അകത്താണ് നമ്മൾ വെളുത്ത ചോറ് വെക്കുന്നത്. അപ്പൊ ഈ മൺകലം പറയുന്നു, ഈ അരി തിളപ്പിച്ചിട്ടാണ് ഞാനിങ്ങനെ കറുത്തു പോയത്. അതുപോലെ തന്നെ നമ്മള് കറുത്ത ബോർഡിൽ ചോക്ക് വെച്ച് എഴുതുമ്പോൾ മാത്രമാണ് ഈ വെളുപ്പിന് മാറ്റുകൂട്ടുണ്ടാകുന്നത്. ഇതിന്റെ ആശയം ഇതാണ്, അതായത് കറുപ്പിന് വെളുപ്പ് വേണം, വെളുപ്പിന് കറുപ്പും വേണം. കറുപ്പില്ലെങ്കിൽ വെളുപ്പില്ല, വെളുപ്പില്ലെങ്കിൽ കറുപ്പില്ല എന്ന സന്ദേശം ഈ കവിതയിലൂടെ നമുക്ക് തരുന്നുണ്ട്. ഈ 40 കവിതകളിലും ഓരോ സന്ദേശമാണ് ഉണ്ടായത്. ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല കവിതകളും കഥകളും വിനു വേലേശ്വരൻ എന്ന എഴുത്തുകാരന് ലഭിക്കട്ടെ, എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.